ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന ആ നല്ലൊരു എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. നമ്മുടെ കാർത്തികയുടെ അതീവ രഹസ്യമായിട്ടുള്ള ദിലീപുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോകുകയാണ്. എല്ലാവരും അതീവ രഹസ്യമായി തന്നെയാണ് അത് കൊണ്ട് നടക്കുന്നത്. തൊട്ടയൽവക്കത്തുള്ളവരെ പോലും അവർ ക്ഷണിച്ചിട്ടില്ല, ബന്ധുക്കളെ ഒന്നും ക്ഷണിച്ചിട്ടില്ല. വീട്ടിലുള്ളവർ മാത്രം തന്നെയാണ് ആ ഒരു വിവാഹത്തിന് പങ്കെടുക്കുന്നത്. എന്തായാലും ഒരു ചെറിയൊരു ഹാളിൽ, അതും റോഡ് സൈഡിലൊന്നുമല്ല, ഉള്ളിലോട്ട് പോയിട്ട് കുറച്ചകലെയായിട്ടുള്ള ഒരു ഹാളിൽ തന്നെയാണ്, അങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിലാണ് ആ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതും. എന്തായാലും നമ്മുടെ കാർത്തികയാണെങ്കിൽ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും അച്ഛനുമൊക്കെ ദക്ഷിണ കൊടുത്ത് അവരുടെ അനുഗ്രഹം വാങ്ങി കാർത്തിക നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ഹാളിലേക്ക് വരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഹാളിൽ വന്നിറങ്ങുന്നത് ഗംഗയുടെ കൂട്ടുകാരൻ കാണാനിട വരികയാണ്. അങ്ങനെ ഗംഗ അവൻ അത് കാണുമ്പോൾ വേഗം തന്നെ അവിടെ നിന്നും പോവുകയാണ്. പ്രകാശൻ അവനെ കണ്ടിട്ട് അവനെ പിടിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പക്ഷെ അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ വേഗം തന്നെ അവൻ ഗംഗയുടെ അരികിൽ എത്തുകയാണ്. എന്നിട്ട് ഗംഗയോട് സത്യങ്ങൾ പറയുന്നുണ്ട്. എടാ, നിന്റെ സ്വപ്നം സത്യമാകാൻ പോകുന്നു. നിന്റെ പെങ്ങൾ കാർത്തികയുടെ വിവാഹം നടക്കാൻ പോകുന്നു. അതീവ രഹസ്യമായിട്ടാണ് അവരത് നടത്തുന്നത്. അപ്പോൾ നിനക്ക് തോന്നിയതാവും അവളുടെ വിവാഹമൊന്നും നടക്കില്ല എന്ന് ആദ്യം ഗംഗ വിശ്വസിക്കാൻ കൂട്ടാതെ അവനോട് തർക്കിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ അവള് കല്യാണ വേഷത്തിൽ, പുതുപെണ്ണിന്റെ വേഷത്തിൽ വന്നിറങ്ങുന്നത്. അതുപോലെ ആ കല്യാണിയും അവളുടെ അമ്മയും ഒക്കെയുണ്ട് അവിടെ. നീ അപ്പോൾ ആരാ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗയ്ക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട്. ഗംഗ പറയാണ്, അത് ശരി, അപ്പൊ നമ്മുടെയൊക്കെ കണ്ണ് കെട്ടിയിട്ട്, മാധ്യമക്കാരുടെ ഒക്കെ കണ്ണ് കെട്ടിയിട്ട് അതീവ രഹസ്യമായിട്ട് അവളുടെ വിവാഹം അവൻ തന്നെയായിരിക്കും വരൻ, ആ ദിലീപ്. അങ്ങനെ ഇപ്പൊ അവൻ വലിയ മിടുക്കനാവണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അവന്റെ അച്ഛന്റെ ജീവൻ ഞാൻ എടുത്തിട്ടും അവൻ ഈ ഒരു വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ലല്ലോ. അത് ശരി, അപ്പോൾ എന്തായാലും അവൻ കാത്തിരുന്ന് അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ തീരുമാനിച്ചിരിക്കല്ലേ. പക്ഷെ ആ സമയത്ത് അവളുടെ കഴുത്തിന് മുകളിൽ തലയുണ്ടായിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറവായോ, നമുക്ക് പുറപ്പെടാമെന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. അങ്ങനെ കൂട്ടായിട്ട് ഒരു ആംബുലൻസ് തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. ആംബുലൻസ് ഡ്രൈവറെ ഇടിച്ചിടുകയും അയാളെ വായിൽ തുണി തിരികെ ബോധം കെടുത്തി ആ ആംബുലൻസിന്റെ പുറകിൽ തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവൻ ഗംഗപ്രസാദ് മാസ്ക് ഒക്കെ വെച്ച് പെട്ടെന്ന് ആരും തിരിച്ചറിയാത്ത തൊപ്പിയൊക്കെ വെച്ചിട്ടൊക്കെയാണ് പോകുന്നത്. എന്തായാലും ഇവിടെയാണെങ്കിൽ ദിലീപിന്റെ അമ്മയൊക്കെ വന്ന് കയറുന്നുണ്ട്. അവരെ നല്ല രീതിയിൽ സ്വീകരിക്കുകയാണ്. മാലയുടെയും ബൊക്ക കൊടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയത്ത് കിരൺ മാത്രം എല്ലാത്തിലും നിന്നും മാറി നിൽക്കുകയാണ്. ഒരു ചടങ്ങിലും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നുണ്ട്. പകരം ആ ഓഡിറ്റോറിയത്തിന്റെ ഏറ്റവും മുകളിൽ നിന്ന് നിരീക്ഷിക്കുകയാണ്. ആരെങ്കിലും വരുന്നുണ്ടോ, പരിചയമില്ലാത്ത ആരെങ്കിലും ആ ഹാളിലേക്ക് കടക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒന്ന് രണ്ട് തവണ ഹരിസാറായാലും അതുപോലെ നമ്മുടെ അതായത് രതീഷും അതുപോലെ വേലും ഒക്കെ വന്ന് വിളിക്കുന്നുണ്ടെങ്കിലും കിരൺ വരാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ ഇവിടെ നിന്നോളാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭംഗിയായി നടത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞവരെ പറഞ്ഞയക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മുഹൂർത്തത്തിന്റെ സമയമായി തുടങ്ങി. കാർത്തികയാണെങ്കിൽ ഡ്രസ്സിംഗ് റൂമിൽ അവൾ അങ്ങനെ ഒന്നും കൂടി മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ അവളെ അങ്ങനെ ഒന്നും കൂടി സുന്ദരിയാക്കി എടുക്കുകയാണ്. എന്തായാലും ലക്ഷ്മി അമ്മ വന്ന് പറയുന്നുണ്ട്, ഇനിയിപ്പം മതി ഒരുക്കങ്ങളൊക്കെ, സമയമായി തുടങ്ങി, മുഹൂർത്തമായി തുടങ്ങി, അവരിത് അവിടെ വിളിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ദിലീപിനെയും അവിടെ ദിലീപിന്റെ കൂട്ടുകാരന്മാരൊക്കെ കൊണ്ടുവന്നിട്ട് ദിലീപിനെ ആ മണ്ഡപത്തിൽ അങ്ങനെ ഇരുത്തുകയാണ്. അതിന് പുറകെയായിട്ട് നമ്മുടെ കാർത്തുവിനെ താലൊക്കെ പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. കല്യാണിയും കാദംബരിയും അമലും എല്ലാവരും ഉണ്ട്. അങ്ങനെ അവളെയും അവിടെ കൊണ്ടുവന്ന് അവളെല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി അങ്ങനെ കൈകൂപ്പി നിന്ന് അവൾ അവിടെ അങ്ങനെ ദിലീപിന്റെ അരികിലായിട്ട് ഇരിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും എല്ലാവരുടെയും നെഞ്ചി പടപടാന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു വിവാഹം കഴിഞ്ഞാൽ മതിയായിരുന്നു, അവൻ ഇതൊന്നും അറിയാതിരുന്നാൽ മതിയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും പ്രകാശനും നാലുപാടും അങ്ങനെ നോക്കുന്നുണ്ട്. എല്ലാവരുടെയും കണ്ണും ആരെങ്കിലും അറിയുന്നുണ്ടോ, വല്ല പരിചയക്കാരെ ആരെങ്കിലും പരിചയമില്ലാത്തവർ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചുറ്റിലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ അധിക സമയമൊന്നും വൈകാതെ തന്നെ
ഗംഗ അവിടേക്ക് എത്തുകയാണ്. ഗംഗ ഇവര് രണ്ടുപേരും ഇങ്ങനെ ചേർന്നിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗംഗയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. ചോര തിളയ്ക്കുന്നത് പോലെ അവന് തോന്നുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ മുഹൂർത്തമായി ഇനി താലി കെട്ടാമെന്നിങ്ങനെ പറയണ സമയത്ത് താലിയെടുത്ത് ദിലീപിന് കൊടുക്കുകയാണ്. അങ്ങനെ ദിലീപ് അതെടുത്തിട്ട് നമ്മുടെ കാർത്തികയുടെ കഴുത്തിൽ എന്തായാലും താലി കെട്ടുന്നുണ്ട്. താലി കെട്ടുന്ന ആ ഒരു സമയത്ത് കുറച്ച് അകലെയായി എല്ലാം കണ്ട് മനസ്സും ശരീരവും മരവിച്ച പോലെ നിന്ന് ആ കുറെ ദൂരെയായിട്ട് നമ്മുടെ ഗംഗപ്രസാദ് ഈ ഒരു തോക്കുമായിട്ട് അവന്റെ നേരെ, അതായത് കാർത്തികയുടെയും അതുപോലെ ദിലീപിന്റെയും ഒക്കെ നേരെ ഇങ്ങനെ തോക്ക് ഇങ്ങനെ ചൂണ്ടിപ്പിടിച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെ വിവാഹം നടക്കുകയും പക്ഷെ ഈ സമയത്താണെങ്കിൽ ഗംഗയുടെ പദ്ധതികളൊക്കെ പാളിപ്പോവുകയാണ്. ഈ പറയുന്ന കിരൺ അവൻ പുറകിലൂടെ വന്നിട്ട് അവൻ കാണുന്നുണ്ടായിരുന്നു, ഗംഗയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പുറകിലൂടെ വന്നിട്ട് ആ തോക്ക് കാലുകൊണ്ട് തട്ടി തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവനെ ഇടിച്ചിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവരെല്ലാവരും അങ്ങോട്ട് നോക്കുകയാണ്. അപ്പോൾ ഗംഗപ്രസാദ് എന്തായാലും വേലുവും നമ്മുടെ രതീഷും ഹരിസാറും എല്ലാവരും പ്രകാശനടക്കം എല്ലാവരും ഓടിച്ചെല്ലുകയാണ് ഗംഗപ്രസാദിനെ ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട്. കിരണിന്റെ കയ്യിൽ നിന്ന് കുതറി ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഓടിച്ചിട്ട് പിടിക്കുകയാണ് കിരൺ. എന്നിട്ട് അവനെ തല്ലിച്ചതയ്ക്കുന്നുണ്ട്. അവന് എത്ര തല്ല് കിട്ടിയാലും പിന്നെയും അവൻ പൂർവാധികം ശക്തിയോടുകൂടി തന്നെയാണ് അവൻ അവിടേക്ക് തിരിച്ചു വരാറ്. 2-3 പ്രാവശ്യം കിരണിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ദേഷ്യവും നമ്മുടെ കിരണിനുണ്ട്. തല്ലിച്ചതച്ച് കാട്ടിൽ കൊണ്ടുവന്നിട്ടിട്ടും അവിടെ നിന്നും രക്ഷപ്പെട്ട വന്ന് അതിനുശേഷമാണ് അമലുവിന്റെ അച്ഛനെയും അതുപോലെ തന്നെ ഈ പറയുന്ന ദിലീപിന്റെ അച്ഛനെയൊക്കെ കൊന്നത്. ആ ഒരു ദേഷ്യമൊക്കെ ഉണ്ട്. അങ്ങനെ തല്ലി അവനെ ഇനി കൈകൾ കൂട്ടിക്കെട്ടുകയും അതുപോലെ തന്നെ അവനെ അവിടെ കെട്ടിയിടുകയും ചെയ്യുന്നുണ്ട്. അവനെ അനങ്ങാൻ പോലും പറ്റുന്നില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂട്ടുകാരന്മാർ അവനെ രക്ഷപ്പെടുത്താൻ വരുമ്പോൾ അവരെയും നല്ല രീതിയിൽ തല്ലിച്ചതയ്ക്കുകയാണ്. അവർ ജീവനും കൊണ്ട് ഓടിപ്പോകുന്നുണ്ട്. ഗംഗയുടെ കൂടെ വന്ന കൂട്ടുകാർ അവരെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഈ പറയുന്ന വേലുവിന്റെ കയ്യിൽ നിന്നൊക്കെ നല്ല അടി കിട്ടുന്നുണ്ട്. അവന്റെ കയ്യിലാണെങ്കിൽ കത്തിയുണ്ട്. അവൻ പറയുന്നുണ്ട്, ഇവനെ ഞാൻ കൊല്ലാം സാറേ, ഒരാളും അവന്റെ കൊലപാതകം ഏറ്റെടുക്കണ്ട, ഞാൻ ചെയ്തോളാം, അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പൊക്കോളാം എന്ന് പറയണ്ടേ, അല്ലെങ്കിൽ ഇവനെ ആരും അറിയാത്ത സ്ഥലത്ത്, അതായത് കാടൊക്കെ എനിക്ക് നല്ല പരിചയമുള്ളത്, ആ കാട്ടിൽ എവിടെയെങ്കിലും ഇവനെ കൊടുത്തള്ളാം, ആരും അറിയണ്ട സാറേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാർത്തികയുടെ അമ്മ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, വേണ്ട, അവനെ കൊല്ലാനുള്ള അവകാശം എനിക്കാണ്, ഞാൻ അവനെ കൊന്നോളാം, എന്നിട്ട് ഞാൻ ജയിലിൽ പൊക്കോളാം, ആരും അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നു തന്നാലും ഞാൻ ആ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നൊക്കെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്. അങ്ങനെ ദിലീപും കാർത്തികയും ആ കല്യാണം കഴിഞ്ഞ് അതൊക്കെ താലികെട്ടൊക്കെ കഴിഞ്ഞ് നേരെ അവന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. കാർത്തിക അവന്റെ കരണം നോക്കി തലങ്ങും വിലങ്ങും തല്ലുണ്ടുന്നുണ്ട്. അതുപോലെ തന്നെ തന്റെ അച്ഛന്റെ ജീവനെടുത്ത ദിലീപ് അവനെ തല്ലിച്ചതയ്ക്കുകയാണ്. പിന്നീട് കല്യാണിയും തല്ലുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അമലുവിനെ ചതിച്ച് അവളുടെ വയറ്റിൽ അവന്റെ ഒരു കുഞ്ഞിനെയും സമ്മാനിച്ചിട്ടാണ് പോയത്. അത് ഇതുവരെയും വേലു അറിഞ്ഞിട്ടില്ല. ആ ഒരു ദേഷ്യവും സങ്കടവും പിന്നെ തന്റെ അച്ഛനെ കൊന്നായ ഒരു ദേഷ്യം എല്ലാം കൂടി അമലുവും അവനെ മാറി മാറി തല്ലുകയാണ്. എല്ലാവരുടെ കയ്യിൽ നിന്നും തല്ല് ഇരന്ന് മേടിക്കുകയാണ് നമ്മുടെ ഗംഗപ്രസാദ്. അതുപോലെ തന്നെ അടുത്തത് കല്യാണിയാണ് വരുന്നത്. കല്യാണിയുടെ അമ്മയുടെ ജീവനെടുത്ത് ദീപയുടെ ജീവനെടുത്തത് അതിന്റെ ദേഷ്യവും കല്യാണിയും തല്ലി ചതയ്ക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരുടെയും തല്ലി കിട്ടി ചതഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അടുത്തത് തന്നെ അവനെ കൊന്ന് കാട്ടിൽ ആരും അറിയാത്ത രീതിയിൽ ഉപേക്ഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. എന്തായാലും ഈ കല്യാണം നടക്കുന്നത് പോലീസുകാരും ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇവനിവിടെ വരുന്നതൊന്നും പോലീസുകാർക്ക് അറിയില്ല. അപ്പൊ ഇവനെ തല്ലി ചതച്ചു കഴിഞ്ഞാലും പോലീസുകാർക്ക് അറിയാനും പോകുന്നില്ല. പിന്നെ ഇവനെ കൊന്നു കഴിഞ്ഞാലും പോലീസുകാർക്ക് യാതൊരുവിധ പ്രശ്നമില്ല. അത്രയ്ക്ക് ദ്രോഹിയായ വലിയൊരു പിടികിട്ടാപ്പുള്ളി തന്നെയാണ് ഇവൻ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ എല്ലാവരും കൂടി തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവസാനം തന്നെയാണ് നമ്മുടെ ഗംഗപ്രസാദിന്റെ കളി അടുത്ത ആഴ്ചയിൽ അവസാനിക്കാൻ പോകുന്ന ഭാഗങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. നീ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.